ശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ അയോഗ്യരായ ഞങ്ങളെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി നിർത്തിയതിന് ദൈവമാതാവിന് നന്ദി പറയുന്നു. എൻ്റെ പേര് ഷൈനി, ഇതെൻ്റെ സഹോദരൻ്റെ ഭാര്യ ഡൈനി. ഞങ്ങൾ കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 3/9/2022 ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, എന്നോട് ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു അധ്യാപികയായിരുന്നു. ഉടമ്പടിയെക്കുറിച്ച് ഞാൻ ആദ്യം കേട്ടിരുന്നത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മാതാവിൻ്റെ മുമ്പിൽ എഴുതി സമർപ്പിക്കുന്ന ഒരു പള്ളി, അത്ര മാത്രമേ എനിക്ക് അറിയുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്നു എനിക്കും ഈ പള്ളിയിലൊന്ന് വന്ന് ഒന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കുമോ എന്ന്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഞങ്ങളുടെ ആ ഭാഗത്ത് നിന്നൊരു വാഹന സൗകര്യം ഉണ്ടാവുകയും എനിക്കിവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ സാധിക്കുകയും ചെയ്തത്. ഇങ്ങനെ ഞാൻ ഉടമ്പടി എടുക്കുന്ന ആ സമയത്തായിരുന്നു എൻ്റെ സഹോദരൻ്റെ വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രാർത്ഥനകളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഉടമ്പടിയിലും അവരുടെ ഭവനം പണി പൂർത്തിയാകുന്നതിനെക്കുറിച്ചുള്ളൊരു നിയോഗം ഞാൻ വെച്ചിരുന്നു. അവരും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഉടമ്പടി വസ്തുക്കളൊക്കെ അവർ തറയിൽ ഇട്ട് പ്രാർത്ഥിക്കുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുകയും ഒക്കെ ചെയ്തു വന്നിരുന്നു. അങ്ങനെ 1.5 വർഷം കൊണ്ട് അവർക്ക് നല്ലൊരു ഭവനം നൽകി അമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ 5 വർഷമായിട്ട് എനിക്ക് ശക്തമായ മൈഗ്രെയിൻ തലവേദന ഉണ്ടായിരുന്നു. എനിക്ക് ഒരു നേരം ഭക്ഷണം കഴിക്കാതിരുന്നാലോ ഒരു രാത്രി കുറച്ച് വൈകി ഉറങ്ങിയാലോ ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് തലവേദനയും ഛർദിയും ഒക്കെ ഉണ്ടാകുമായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ എനിക്ക് ഒരു കുഴപ്പവുമില്ല. കോഴിക്കോട് നിന്ന് ഞങ്ങൾ ഇന്നലെ വന്നിട്ട് ഇപ്പോഴാണ് ഞാൻ ഭക്ഷണം കഴിച്ചത്. എനിക്ക് എത്ര നേരം വേണേലും ഭക്ഷണം കഴിക്കാതിരിക്കുന്നതിനോ ഉറങ്ങുന്നതിനോ ഒരു കുഴപ്പവുമില്ല. എല്ലാം എനിക്ക് അമ്മ മാതാവ് വഴി ഈശോ തന്ന അനുഗ്രഹമാണ്. 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് ഒരു അതിഭയങ്കരമായ പ്രകൃതി ദുരന്തത്തിൽ നിന്ന് ഞങ്ങളെ മാതാവ് കാത്തു സംരക്ഷിക്കുകയുണ്ടായി. നമുക്കെല്ലാവർക്കും അറിയാം, ചൂരൽമല ഉരുൾപൊട്ടലിൻ്റെ സമയത്ത് അന്ന് രാത്രിയിലായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് നിന്നിരുന്ന ഒരു വലിയ മരം, തേക്ക്, കാർ ഷെഡിൻ്റെ മുകളിലേക്ക് മറിഞ്ഞു വീഴുകയും പക്ഷേ വാഹനത്തിനോ കെട്ടിടത്തിനോ യാതൊരു പോറൽ പോലും ഏൽക്കാതെ അമ്മ മാതാവ് എടുത്തു വെച്ചതുപോലെയായിരുന്നു ആ വലിയ മരം ഞങ്ങളുടെ മുറ്റത്ത് കിടന്നത്. അന്ന് തന്നെ കരണ്ടൊക്കെ പോയി ഞങ്ങൾ രാത്രി കയറി ഉറങ്ങാൻ വീണ്ടും കിടന്നു. അപ്പോൾ എനിക്ക് ശക്തമായ ഒരു പ്രേരണ ഇങ്ങനെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്നു, നീ എഴുന്നേറ്റ് മുറിയിലേക്കൊന്ന് നോക്കൂ ഇങ്ങനെ ശക്തമായ തോന്നൽ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് ടോർച്ചടിച്ച് നോക്കുമ്പോൾ ഒരു പാമ്പ് ഞങ്ങൾ കിടക്കുന്ന റൂമിലേക്ക് കയറി വരുന്നുണ്ടായിരുന്നു. തക്ക സമയത്ത് അമ്മയാണ് അത് ഞങ്ങളെ കാണിച്ചു തന്നതെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഞങ്ങളുടെ വീട് ഒരു താഴ്ന്ന പ്രദേശത്തായതിനാൽ ഞാൻ എപ്പോഴും വെഞ്ചരിച്ച ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. വെള്ളത്തിൻ്റെയും പ്രകൃതി ദുരന്തത്തിൻ്റെയും ഒന്നും ശല്യം ഉണ്ടാവില്ലേ എന്ന് ഉടമ്പടി നേർച്ച വസ്തുവായ ഉപ്പ് ഞാൻ എൻ്റെ വീടിൻ്റെ ചുറ്റുമിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മയുടെ ശക്തമായ സംരക്ഷണത്താലാണ് ഞങ്ങൾ അന്ന് രക്ഷപ്പെട്ടതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞാനൊരു അധ്യാപികയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ കുട്ടികളെ ഉപജില്ലാതല മത്സരങ്ങൾക്ക് കൊണ്ടുപോകുമ്പോൾ, ശാസ്ത്ര കലാ കായിക മത്സരങ്ങൾക്കെല്ലാം കൊണ്ടുപോകുമ്പോൾ ഞാൻ അമ്മയുടെ നേർച്ച വസ്തുക്കളായ ഉപ്പും തൈലവും ഉപയോഗിക്കുകയും അമ്മയുടെ കാശുരൂപം, ഉടമ്പടി കാശുരൂപം വെച്ച് കുട്ടികളെ പ്രാർത്ഥിച്ചിട്ട് വിടുകയും ചെയ്യുമായിരുന്നു. എല്ലാ കുട്ടികൾക്കും ഉന്നതമായ വിജയം നൽകി അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു. അതോടൊപ്പം ആ കുഞ്ഞു മക്കളുടെ വിശ്വാസവും വർദ്ധിക്കാൻ സഹായിച്ചു. ഇത്രയൊക്കെയാണ് എനിക്ക് അമ്മ തന്ന അനുഗ്രഹങ്ങൾക്ക് ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും, ഇവിടെ നിന്ന് കിട്ടുന്ന പത്രം ഞാൻ മെഡിക്കൽ കോളേജിലാണ്, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 35 കിലോമീറ്ററോളം ദൂരമാണ്. അവിടെ പോയി അവിടെ നിന്ന് പ്രാർത്ഥിച്ചൊരുങ്ങി ഓരോ പത്രവും ഇത് കിട്ടുന്നയാൾക്ക് ഇവരുടെ വീട്ടിലേക്ക് സന്തോഷവും സമാധാനവും നൽകുന്ന അമ്മയും അമ്മയുടെ തിരുക്കുമാരനും കടന്നു ചെല്ലണമേ എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ ഓരോരുത്തരോടും പത്രം വേണോ എന്ന് ചോദിക്കും. വേണ്ട എന്നോ എന്തെങ്കിലും എതിരോ പറയുന്ന ആളുകൾക്ക് ഞാൻ കൊടുക്കാറില്ല പത്രം. സ്നേഹത്തോടെ അവരോട് ഞാൻ പറയും, നിങ്ങൾ ഒരു ദിവസം ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കും, അപ്പോൾ നിങ്ങൾ വാങ്ങിയാൽ മതി എന്ന് ഞാൻ പറയും. അടുത്തയാളെ വെയിറ്റ് ചെയ്ത് അവിടെ സമയം ചെലവഴിച്ച് ഞാൻ പത്രം കൊടുത്തിട്ടാണ് തിരിച്ചു പോരുക. അതുപോലെ തന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഞാൻ എല്ലാ ദിവസവും കേൾക്കുകയും സ്റ്റാറ്റസ് ഇടുകയും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ട്.
എല്ലാ ആഴ്ചത്തെയും ഉടമ്പടി ധ്യാനം ഞാൻ അതാത് ദിവസങ്ങളിൽ തന്നെ കണ്ടു തീർക്കുകയും സ്റ്റാറ്റസ് ഇടുകയും ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ട്. സാക്ഷ്യങ്ങൾ ഞാൻ എല്ലാ ദിവസവും 3 എണ്ണമെങ്കിലും ചുരുങ്ങിയത് എല്ലാ ദിവസവും ഞാൻ കേൾക്കാറുണ്ട്. അതുപോലെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത് ഞങ്ങളുടെ വീടിനടുത്തുള്ള അനാഥാലയങ്ങളിൽ എന്നാൽ കഴിയുന്ന സഹായം ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. വയോജനങ്ങളെ നോക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി അമ്മമാരെ കുളിപ്പിക്കുന്നതിനും അവരോട് സംസാരിക്കുന്നതിനും ഒക്കെ സമയം കണ്ടെത്താറുണ്ട്. പിന്നെ ഞങ്ങളുടെ കുട്ടികളുടെ പിറന്നാളോ അതുപോലെയുള്ള വിശേഷങ്ങളോ ഒക്കെ വരുമ്പോൾ ഞങ്ങൾ വീട്ടിലൊന്നും ഉണ്ടാക്കാറില്ല. കേക്കും മധുരപലഹാരങ്ങളും ഒക്കെ ഞാൻ ബുദ്ധിമാന്യമുള്ള കുട്ടികളെ നോക്കുന്ന ഒരു സ്ഥാപനത്തിലേക്ക് ആ കുട്ടികൾക്കാണ് കൊണ്ടു കൊടുക്കാറുള്ളത്. ഇത്രയുമൊക്കെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നതോടൊപ്പം എൻ്റെ സഹോദരിക്ക് ഒരു വാക്ക് സംസാരിക്കാൻ ഞാൻ കൊടുക്കുന്നു. എൻ്റെ പേര് ഡൈനി. ഞങ്ങൾ കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി രൂപതയിൽ നിന്ന് വരുന്നു. ഞാൻ 2022 ഫെബ്രുവരി 28 ഉടമ്പടി എടുത്തത്. ഞങ്ങളുടെ വീട് പണിക്ക് മുന്നോടിയായി എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞങ്ങൾ മാർച്ച് 3 ഞങ്ങളുടെ വീടിൻ്റെ പണി ആരംഭിച്ചു. മാതാവിൻ്റെ നേർച്ച വസ്തുക്കളായ ഉപ്പും തൈലവും ഞങ്ങൾ ആ വീട് പണിയുടെ സമയത്ത് ഞങ്ങളുടെ വീടിൻ്റെ തറയിൽ ഉപയോഗിക്കുമായിരുന്നു. എല്ലാ ദിവസവും ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം നേർച്ച വസ്തുക്കളുമായി പോയി ഇവിടുത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ തറ മുതൽ അതിൻ്റെ വാർപ്പ് പണി എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ മാതാവിൻ്റെ കാശുരൂപം വെക്കുമായിരുന്നു. ഞങ്ങൾ ഓരോ പണി കഴിയുമ്പോഴും മുന്നോട്ട് എങ്ങനെ പോകുമെന്നറിയാൻ മേലാത്ത അവസ്ഥകളിൽ ഞങ്ങളെ ഒത്തിരി ആളുകൾ ഞങ്ങളെ സാമ്പത്തികമായി സഹായിക്കുകയും ഞങ്ങളുടെ ഈ പണിയിൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു വ്യക്തി ഞങ്ങൾ എങ്ങനെ ഈ പണി മുന്നോട്ട് കൊണ്ടുപോകണം, ഞങ്ങൾക്ക് അറിയത്തില്ലല്ലോ, ചെറിയ ഓരോ പണികളും മുന്നോട്ട് കൊണ്ടുപോകാൻ, അതിന് ഞങ്ങളെ സഹായിക്കാൻ ഒരു വ്യക്തി നിരന്തരം ഞങ്ങളുടെ കൂടെ നിന്നു. അത് പരിശുദ്ധ അമ്മ തന്നെ ഞങ്ങൾക്ക് ഏർപ്പാടാക്കി തന്നതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ 1.5 വർഷം കൊണ്ട് വളരെ മനോഹരമായി എല്ലാ പണികളും തീർത്ത് ഞങ്ങളുടെ സുന്ദരമായ ഭവനത്തിൽ ഞങ്ങൾക്ക് കയറി താമസിക്കുവാൻ സാധിച്ചു. എല്ലാവരും ഈ വീട് കണ്ടിട്ട് പറയുന്നത് കൃപാസന മാതാവിൻ്റെ സമ്മാനമാണ് ഈ വീട് എന്നാണ്. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. ജെറമിയ 29:11 മുതൽ 13 വരെ തിരുവചനങ്ങൾ. നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും. ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. ഷൈനി ജോസഫ് എന്ന ഈ സഹോദരിയും തമ്പുരാൻ്റെ സന്നിധിയിൽ വലിയ സന്തോഷത്തോടു കൂടി മരിയൻ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ദൈവാനുഭവങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ആദ്യത്തത് സഹോദരി സൂചിപ്പിച്ചു, 10 വർഷമായി ഒരു ഭവനം നിർമ്മിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമം യാതൊരു തരത്തിലും അത് ഫലമണിയാതെ നിൽക്കുമ്പോൾ അമ്മ മാതാവിൻ്റെ അരികിൽ ഉടമ്പടി എടുത്ത് നിയോഗം സമർപ്പിച്ച് അത് പ്രാർത്ഥിക്കുകയും സഹോദരൻ്റെ കുടുംബം ഭവനം നിർമ്മിക്കുവാൻ ഉദ്ദേശിച്ചിടത്ത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ വിതറിക്കൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി അമ്മയുടെ കരങ്ങളിലേക്ക് ആ പുരയിടം മുഴുവനും ഏൽപ്പിച്ചു കൊടുത്ത് തടസ്സങ്ങൾ മാറി സമയച്ചുരുക്കത്തിൽ ഭവനം നിർമ്മിക്കുന്നതിന് വേണ്ടി അമ്മയോട് നിയോഗം ഏൽപ്പിക്കുന്നതാണ് സാക്ഷ്യപ്പെടുത്തിയത്. സഹോദരിയുടെ അനുജത്തി അൽത്താരയിൽ സൂചിപ്പിച്ചു, 1.5 വർഷം കൊണ്ട് അമ്മ മാതാവ് ഒരു പുതിയ ഭവനം, നല്ല ഭവനം ഏറെ നാൾ ആഗ്രഹിച്ച് നടക്കാതിരുന്നത് വളരെ നിസ്സാരമായി അമ്മ പൂർത്തീകരിച്ചു തന്നു. ഒരു വ്യക്തിയെ പ്രത്യേകമാംവിധം അതിനുവേണ്ടി ഒരുക്കി തരികയും ആദ്യ അവസാനം ആ ഭവന നിർമ്മാണത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ആ വ്യക്തി ഏറെ സഹായിക്കുകയും ചെയ്തുവെന്ന. പ്രിയമുള്ളവരെ, നമുക്ക് ഏതെങ്കിലുമൊക്കെ ജീവിത വിഷയങ്ങൾ ഏറെ വർഷങ്ങൾ പരിശ്രമിച്ച് കെട്ടുപാടായി കിടക്കുന്നുവെങ്കിൽ ആ വിഷയങ്ങളെ നമുക്ക് അമ്മയുടെ കരങ്ങളിൽ നിസ്സംശയം ഏൽപ്പിച്ചു കൊടുക്കാം. കാരണം അമ്മ മാതാവ് സമയത്തിന് മേൽ അധികാരമുള്ളത് കൊണ്ട് സമയത്തിന് മേൽ അധികാരമുള്ള മകനോട് സമയച്ചുരുക്കത്തിൽ അനുഗ്രഹങ്ങൾ നമുക്ക് വേണ്ടി നേടിത്തരുവാൻ പ്രാർത്ഥിച്ചാൽ അമ്മയത് ഫലവത്താക്കി തരും. അമ്മ പറയുന്നത് മകൻ ഏറ്റെടുക്കുകയും നമ്മൾ എത്ര കണ്ട് വിശ്വാസത്തോടെ ആ വിഷയങ്ങളെ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയും ഉടമ്പടി പ്രകാരം എന്താണോ നാം ചെയ്യേണ്ടത് ആ ചെയ്യേണ്ട രീതികളിൽ
ചെയ്യുവാൻ തയ്യാറാകുമ്പോൾ തടസ്സങ്ങൾ മാറുന്നത്, കുരുക്കുകൾ അഴിയുന്നത്, ജീവിത വിഷയങ്ങൾ സുഗമമാകുന്നത് കാണുവാനാവും. സഹോദരി സൂചിപ്പിച്ചു, ഉടമ്പടി എടുത്തതിന് ശേഷം ആ കാരുണ്യ പ്രവൃത്തികളുടെ മേഖലകളെക്കുറിച്ച് ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന വിധത്തിൽ മറ്റുള്ളവരോട് വലിയ അനുകമ്പയോടെ പെരുമാറുവാൻ, എന്തും മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാനുള്ള സന്മനസ്സോടുകൂടി ജീവിക്കുവാൻ, അഗതികളെയും അശരണരെയും നന്നായി കണ്ടുകൊണ്ട് അവരുടെ ജീവിത വിഷയങ്ങളിൽ അവർക്ക് സഹായവും അത്താണിയാകുവാൻ ഉടമ്പടിയിലൂടെ എങ്ങനെ ഒരു കുടുംബത്തെ സഹായിച്ചുവെന്ന് വാക്കുകളിലൂടെ പങ്കുവച്ചു. ഉടമ്പടി കേവലം പ്രാർത്ഥനയുടെ ഒരു ജീവിതമല്ല, മറിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന പ്രവൃത്തികളിലൂടെ പ്രാർത്ഥനയ്ക്കും മജ്ജയും മാംസവും വെപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അതുകൊണ്ട് ഉടമ്പടി നിയോഗങ്ങൾ എഴുതി സമർപ്പിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്കൊപ്പം നമ്മുടെ പ്രവൃത്തികളിലൂടെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ നാം തയ്യാറെടുക്കുകയും മുന്നിട്ടിറങ്ങുകയും ചെയ്യുമ്പോൾ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ ഏതൊരാളുടെ മുമ്പിലും എൻ്റെ കർത്താവ് ശക്തനാണ്, അവൻ ആപത്തിനെന്നും കവചവും സുരക്ഷിതത്വമായ കോട്ടയുമാണെന്ന് പറയുവാൻ പറ്റുന്ന ധൈര്യത്തിൽ യേശുനാമത്തെ പ്രകീർത്തിക്കുവാൻ പ്രേക്ഷിത പ്രവർത്തനത്തിൽ നാം തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിത വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നു. അതാണ് സഹോദരി സൂചിപ്പിച്ചത്. ആ ഭവന നിർമ്മാണം വളരെ സമയച്ചുരുക്കത്തിൽ അമ്മ മാതാവ് സുന്ദരമായി പൂർത്തീകരിച്ചുവെന്ന്. രണ്ടാമത്തതും അതുപോലെ തന്നെ ഗൗരവമുള്ള വിഷയമാണ്. നാം എല്ലാവരും സങ്കടത്തോടെ ഓർക്കുന്നതാണ് ചൂരൽമലയിലെ ദുരന്തം. ആ ദുരന്ത ദിവസം തന്നെ ഒരു തേക്ക് അത്ര പെട്ടെന്ന് കടപുഴകുന്നതല്ല. അത് കടപുഴകുമ്പോഴും വീടിനുമേൽ പതിക്കുമ്പോഴും യാതൊരു ആപത്തുമില്ലാതെ സംരക്ഷിക്കുന്നതിനെയാണ് സൂചിപ്പിച്ചത്. ആരോ എടുത്തു മാറ്റി വെച്ചതുപോലെ തേക്ക് മാറിയിരുന്നുവെന്ന് സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതുമാത്രമല്ല, ആ കരണ്ട് പോകുമ്പോൾ ഒരു പാമ്പിനെ കാണാൻ വിധം എഴുന്നേറ്റ് നോക്കുവാൻ വേണ്ടി നിരന്തര സന്ദേശം കിട്ടുന്നു. നമുക്ക് സന്ദേശങ്ങളെ തോന്നലുകളായി എടുക്കാം. ഉടമ്പടിയിലുള്ളവർക്ക് അത് അമ്മ മാതാവിൻ്റെ വാക്കുകളാണ്. ഉടമ്പടിയിലുള്ളവർക്ക് ഒരു സന്ദേശം വരുമ്പോൾ ആ സന്ദേശത്തെ ഹൃദയത്തിൽ സ്വീകരിക്കുമെങ്കിൽ അതിനകത്ത് അർത്ഥം കാണുവാനാവും. അതിനകത്ത് നിന്ന് ഒരു അനുഭവം അമ്മ നമുക്ക് കൈമാറുകയും ചെയ്യും. പലവരു സഹോദരിയോട് പറയുന്നുണ്ട് എഴുന്നേറ്റ് നോക്കുകയെന്ന്. എഴുന്നേറ്റ് നോക്കുവാൻ ആ രാത്രിയിൽ തയ്യാറാകുമ്പോൾ തങ്ങളെ ഒരുപക്ഷെ കൊത്തുവാനോ ആപത്തേൽപ്പിക്കുവാനോ സാധിക്കുന്ന പാമ്പിനെ കണ്ടുവന്ന്. പ്രിയമുള്ളവരെ, അമ്മ എപ്പോഴും സംരക്ഷണത്തിൻ്റെ അമ്മയാണ്. അമ്മ ഏതൊരു ആപത്തിനും നമുക്ക് സുരക്ഷിതമായ കോട്ടയൊരുക്കുവാൻ സന്നദ്ധതയുള്ള അമ്മയാണ്. അതാണ് കുടുംബം സാക്ഷ്യപ്പെടുത്തുക. വലിയ അപകടത്തിലേക്ക് പോകാമായിരുന്ന ആ ഒരു അപകടം, ആ മരം മറിഞ്ഞു വീണതും പാമ്പ് എഴുന്നേറ്റ് നിന്നതും രണ്ട് കാര്യത്തിൽ നിന്നും ഒരുപോലെ സംരക്ഷിച്ച് ഞങ്ങളുടെ ജീവിതത്തെ, കുടുംബത്തെ സംരക്ഷിച്ചു. സഹോദരി അതിന് എന്താ ചെയ്തത്? ഉടമ്പടി എടുത്ത നാൾ മുതൽ വീട് താഴെയായതുകൊണ്ട് പ്രകൃതി ദുരന്തം വന്ന് വീടിന് മേൽ അലയ്ക്കാതിരിക്കുവാൻ എന്നും ഉപ്പ് വിതറിക്കൊണ്ട് അമ്മയുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നുവെന്ന്. നമ്മൾ ഉപ്പ് വിതറുക, കാശുരൂപം നിക്ഷേപിക്കുക, അമ്മ മാതാവിൻ്റെ ചിത്രം വെച്ച് പ്രാർത്ഥിക്കുക, ഇതൊക്കെ പറയുന്നതിൻ്റെ കാരണം അച്ഛൻ നമുക്ക് കൈമാറിക്കൊണ്ട് ഇതിങ്ങനെ ചെയ്യൂവെന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നതിൻ്റെ കാരണം അത് ദൈവികമായ സംരക്ഷണം, തിന്മയുടെ സ്വാധീനത്തിനെതിരെ നമ്മുടെ വീട്ടിലും നാം വസിക്കുന്ന വ്യാപരിക്കുന്ന ഇടങ്ങളിലും നിരന്തരം ലഭിക്കുന്നതിന് വേണ്ടിയാണ്. അത് വിശ്വാസത്തോടെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കത് ആപത്ത് സമയത്ത് അനുഗ്രഹത്തിൻ്റെ അടയാളമായിരിക്കും. അതിനെയാണ് സഹോദരി സാക്ഷ്യപ്പെടുത്തിയത്. മരം കടപുഴകിയിട്ടും പാമ്പ് തലയുയർത്തി ആപത്ത് വരുത്തും വിധം നിവർന്നു നിന്നിട്ടും ഞങ്ങളെ അമ്മ മാതാവ് കരങ്ങളിൽ സംരക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിച്ചുവെന്ന. പ്രിയമുള്ളവരെ, ഉടമ്പടി എപ്പോഴും ആപത്തിൽ സംരക്ഷണമാണ്, രോഗത്തിൽ സൗഖ്യമാണ്, പ്രതിസന്ധിയിൽ അത് തരണം ചെയ്യുവാനുള്ള അതിജീവനത്തിൻ്റെ വഴിയാണ്. അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അമ്മ തന്നെ നമ്മുടെ കരം പിടിച്ച് നടക്കുകയും ജീവിതത്തെ സുരക്ഷിതമാക്കുകയും ചെയ്യും. ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.